حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. നിങ്ങൾക്ക് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉത്തമ മാതൃകയുണ്ടല്ലോ. ലിമൻ കാന യർജുല്ലാഹ, ആർക്കാണോ അല്ലാഹുവിനെ പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, വദകറല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളം ഓർക്കുകയും ചെയ്യുന്നവർ, അവർക്കൊക്കെ പരിശുദ്ധ ഹബീബിൽ നല്ല മാതൃകയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ വചനമാണ്. ഈ നബി നിങ്ങൾക്ക് മാതൃകയുണ്ട്. എന്ത് പ്രയാസങ്ങൾ എടുത്തു വെച്ചോളൂ, മാതൃകയുണ്ട്. കുടുംബ പ്രശ്നങ്ങളിൽ മാതൃകയുണ്ട്, സാമൂഹിക പ്രശ്നങ്ങളിൽ മാതൃകയുണ്ട്, എല്ലാറ്റിലും മാതൃക. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും അവിടുത്തെ അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ചെറിയ കശപിശകളൊക്കെ സ്വാഭാവികമാണ് കുടുംബ ജീവിതത്തിൽ. ഒക്കെ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. कुछ रूठी भी हो कुछ शिकायत भी हो रूठने में मजा ज्यादा. കുറച്ച് പിണക്കവും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ നല്ലതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കുണ്ടാവുമ്പോ സ്നേഹമൊന്ന് പുതുക്കാൻ പറ്റുന്നതാണ്. അത് താനെ വരുമ്പോൾ മനസ്സിലാക്കിയാൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ എന്തെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും മാതൃകയുണ്ട് നബിയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതൃകയുണ്ട്. നബി തങ്ങൾ പറയുമായിരുന്നു, ആയിഷ, നിങ്ങൾക്ക് എപ്പോഴെല്ലാം എന്നോട് സ്നേഹം തോന്നുന്നുണ്ട്, നമ്മൾ തർക്കിക്കുമ്പോ ചില തർക്കങ്ങൾ ഉണ്ടാകുമ്പോ നമുക്ക് സ്നേഹത്തോടെ തർക്കിക്കാൻ പറ്റില്ല. തർക്കിക്കാൻ പിന്നെ പൊളിച്ച ചീത്ത പറയാം, അതിന്റെ ആവശ്യമില്ലല്ലോ. വിഷയത്തിൽ ശ്രദ്ധിച്ച് ആ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചാൽ പോലെ. എന്നാലും നടക്കുമല്ലോ, മറുപടി പറയലൊക്കെ. അങ്ങനത്തെ ചീത്ത പറയാം, അത് വഹാബിയാണ്, ഇത് മൗദൂദിയാണ്, അങ്ങനെ പറയണ്ട. നമുക്കറിയില്ലല്ലോ. മാന്യമായിട്ട് ചീത്ത പറഞ്ഞേക്കും, നല്ലതാണ്. ചീത്ത പറയുന്ന ആളുകൾക്ക് ഉണ്ടാകുമ്പോഴേ നമ്മൾ ചിന്തിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളെ പറ്റി ആരൊക്കെ ചീത്ത പറയണ്ടോ പുറത്തു കൊടുക്കട്ടെ. ആമീൻ. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഒരുപ്പം നല്ലത് ഉദ്ദേശിച്ചാൽ ചീത്ത പറയൽ മാന്യമായി ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പല ഈ സംഘടനാ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരുപാട് പറച്ചിലുകൾ നടക്കുന്നുണ്ട്. വിഷയം പറഞ്ഞാൽ പോലെ വിഷയങ്ങൾ പറയാം, വ്യക്തിഹത്യകൾ ചെയ്യാതെ. എന്നാൽ തന്നെ ആളുകൾക്ക് കാര്യം പുരുഷന്മാർ ബുദ്ധിയുള്ളവരാണ്, ബുദ്ധി ഉപയോഗിച്ച് പണ്ടത്തെ പോലെയൊന്നുമില്ല. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി, ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ആയിഷ ബീവി, നിങ്ങൾക്ക് എപ്പോഴൊക്കെ എന്നോട് ഇഷ്ടമാണെന്നും എപ്പോഴൊക്കെ ഇഷ്ടക്കുറവുണ്ടെന്നും എനിക്കറിയാം കേട്ടോ. അതെങ്ങനെ നബിയേ? അത് ആയിഷ, നിങ്ങൾ പറയാറുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് വാദിച്ചുകൊണ്ട് നിങ്ങൾ പറയാറുണ്ടല്ലോ, ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ പറഞ്ഞതാണ് ശരി. നബിയെ, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെ സത്യം, എന്റെ ഭാഗമാണ് ശരിയെന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്കറിയുന്നുണ്ട് ആയിഷ ബീവി, നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട് എന്ന്. ചിലപ്പോ നിങ്ങൾ പറയും, ലാ വറബ്ബി മുഹമ്മദിൻ, അല്ലല്ല, മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബീവി, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടക്കുറവൊന്നും ഇല്ല എന്ന്. ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കെ ഇബ്രാഹിം നബിയുടെ പേര് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആയിഷ ബീവി, എന്നോട് നിങ്ങൾക്ക് ഇഷ്ടക്കുറവുണ്ട്. ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെ സത്യം, മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെ സത്യം, ഈ രണ്ട് വാക്കിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി പറഞ്ഞു, നബിയേ, ശരി തന്നെ, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. ലാ അഹ്ജുറു ഇല്ലാ ഇസ്മക, നിങ്ങളുടെ പേരല്ലാതെ ഞാൻ മറ്റൊന്നും ഒഴിച്ചു നിർത്തില്ല നബിയേ. നിങ്ങളുടെ പേരിന് പകരം ഇബ്രാഹിം നബിയുടെ പേര് ഞാൻ പറഞ്ഞേക്കും, എന്നല്ലാതെ നിങ്ങളെ ഞാൻ മാറ്റി വെക്കില്ല നബിയേ. നിങ്ങൾ എനിക്ക് വേണം. ഞാൻ നിങ്ങളുടെ പേര് ചിലപ്പോൾ പറയാതിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കാരണം കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും മനോഹരമാണ് അവിടെ നിന്ന് പെരുമാറിയത്. അത്ര സന്തോഷത്തിലാണ്.
കഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൊരുത്തപ്പെട്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ജീവിതം നോക്കുമ്പോൾ പടച്ചോനെ എന്തേ പോലൊക്കെ അങ്ങനെ പെരുമാറിയത് നബിയോട്. അത് കാലങ്ങൾക്ക് ശേഷം വരുന്ന നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറാൻ പോകുന്നുണ്ട്. അതിന്റെ സാമ്പിളുകൾ അല്ലാഹു ആ കാലത്ത് കാണിച്ചു തന്നതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ നിങ്ങൾ ഇങ്ങനെ പെരുമാറിയേക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികിലൂടെ വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ ബീവി ഇന്ന് കഴിക്കാൻ വല്ലതുണ്ടോ? ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. അടുത്ത വീട്ടിൽ പോകും നബി, അവിടുത്തെ ഭാര്യമാരുണ്ട്. അവിടെ ചോദിക്കും, ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? രാവിലത്തെ ഭക്ഷണം കത്തലെടുക്കാനല്ലേ അവരെ? വല്ലാത്തൊരു കത്തല തന്നെയാണത്. ഞാൻ ഇടയ്ക്കാൻ ഉച്ചക്ക് തിന്നേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രാതൽ ഭക്ഷണം കഴിക്കാനുള്ളതുണ്ടോ എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല നബിയെ, ഒന്നുമില്ല. ഇതങ്ങൾ ചീത്ത പറയല്ല. അവിടെ ഹബീബായതങ്ങൾ ശകാരിക്കൂല. എന്തേ ഒന്നുമില്ലാത്തത്, എന്തേ വാങ്ങിച്ചു വെക്കാത്തത്, എന്തേ എന്നോടൊന്ന് പറയാതിരുന്നത്, ഞാൻ വാങ്ങിച്ചു കൊണ്ടുതരില്ലായിരുന്നോ എന്നൊക്കെ നബിക്ക് പറയാം. ഞങ്ങൾ എന്താ പറയുന്നറിയോ? ഇതൻ എന്നാൽ ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കുകയാണ്. വിഷയം തീർന്നില്ലേ? ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കുകയാണ്. അങ്ങനെ രാവിലെ ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹിക്ക് സമയമായതിന്റെ ശേഷം നോമ്പ് മുറിയുന്ന ഒന്നും ചെയ്യാതെ നിങ്ങൾ നിലനിന്നാൽ ളുഹറിന്റെ മുമ്പ് സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് വെച്ചാൽ നോമ്പ് കിട്ടുമെന്ന മസാല മനസ്സിലാക്കിയെടുക്കുന്നത് ഈ ഹദീസിൽ നിന്നാണ്. അപ്പൊ പറയും, ഞാൻ നോമ്പുകാരനാണ്, അതിനുമ്പ് ഒന്നും തിന്നിട്ടില്ല, കുടിച്ചിട്ടില്ല, നോമ്പ് മുറിയുന്ന ഒന്നും ചെയ്തിട്ടില്ല. 10 മണിക്ക് തോന്നുകയാണ് നമുക്ക് ഒന്ന് നോമ്പാക്കിയാലോ. പറ്റും, റമദാനിനെ പറ്റൂലേ? റമദാനിൽ തബീത് ചെയ്യണം എന്നാണ് നിയ്യത്ത്, രാത്രി വെക്കണം. അല്ലാത്തതൊക്കെ സുന്നത്ത് നോമ്പ് ളുഹറിന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താൽ നോമ്പ് മുറിയുന്നതൊന്നും ചെയ്ത് രാവിലെ കത്തലൊക്കെ അടക്കിയിട്ടാ പിന്നെ ഏമ്പൊക്കെ വിട്ടിട്ട് എന്ത് ഇത് പറ്റുമെന്ന് പഠിപ്പിച്ചത് ഈ സംഭവങ്ങളിലൂടെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശ്നങ്ങളെ ലഘൂകരിച്ച് കാണുകയാണ്. നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു പെണ്ണ് നബിതങ്ങൾ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഏതോ ഒരു കാലത്തെ ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പറയുമ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു, ഹദീസ് ഖുറാഫ, ഇത് ഖുറാഫയുടെ വർത്തമാനം പോലെയുണ്ടല്ലോ. നമ്മൾ ഖുറാഫി എന്ന് പറയില്ലേ, അത് ഈ വാക്കിലിരിക്കുന്ന നബി തങ്ങളുടെ ഹദീസ് കേട്ടിട്ട് പണ്ടെന്നോ ഒരു മൃഗം സംസാരിച്ച കഥയാണ് നബി തങ്ങൾ പറയുന്നത്. വഹി കൊണ്ട് അല്ലാഹു നബിക്ക് അറിയിച്ചു കൊടുത്തത്. അപ്പോൾ ഈ പെണ്ണ് എടുത്തു പറഞ്ഞു, കഅന്നഹു ഹദീസ് ഖുറാഫ, ഖുറാഫി വർത്തമാനം പോലെയുണ്ടല്ലോ എന്ന് നബിയുടെ സദസ്സിൽ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനെ ശകാരിക്കുകയല്ല ചെയ്തത്. നബി തങ്ങൾ ചോദിച്ചു, ഹൽ തദ്രീന മൽ ഖുറാഫ, ആരാണ് ഖുറാഫ എന്ന് നിങ്ങൾക്കറിയുമോ? ഖുറാഫ പറഞ്ഞ ഒരാളുടെ പേരാ. എന്താ, ആരാണ് ഖുറാഫ നിങ്ങൾക്കറിയോ? ഇല്ല. കാന മിമ്മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ഒരാളായിരുന്നു. ഇൽതഖതഹുൽ ജിന്നു, ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയതാണ്. ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയി ഒരുപാട് കാലം ഒളിവിലായിരുന്നു ജിന്നുകളുടെ സാമ്രാജ്യത്തിൽ. അങ്ങനെ വിട്ടയച്ചു. കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നാട്ടുകാരോട് കഥ പറഞ്ഞു കൊടുത്തു. പണ്ടൊക്കെ ഗൾഫുകാർ കഥ പറഞ്ഞാണെങ്കിൽ പോലും എല്ലാവരും പോയി കണ്ടതാണ്. അപ്പോ ഈ ഖുറാഫയുടെ കഥ, ജിന്ന് ലോകത്തെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ആളുകളൊക്കെ കൗതുകത്തോട് ഇങ്ങനെ കേട്ടിരുന്നപ്പോൾ, ചോനെ ജിന്നുകളുടെ ലോകത്ത് ഓരോ ഭക്ഷണം, ഓരോ കിടപ്പ്, ഓരോ നടത്തം, ഇതൊക്കെ ഇയാൾ കണ്ടുവന്നതാണ്. അങ്ങനെ പിന്നെ കൗതുകമുള്ള എന്ത് കേട്ടാലും ആളുകൾ പറയും, ഇത് ഖുറാഫിന്റെ വർത്തമാനം പോലെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഈ ഖുറാഫി എന്ന് പറയുന്ന പ്രയോഗം ഉണ്ടാകുന്നത്. എന്തോ തിരിയാത്തവൻ എന്നൊക്കെ ഉദ്ദേശത്തിൽ പറയുന്ന ആ വാക്ക് ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഖുറാഫയുടെ പേരിലും ചേർത്തിക്കൊണ്ട് പറയുന്നതാണ്. ഇതാര് പറഞ്ഞെടുത്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ ദേഷ്യപ്പെട്ടു പോയി കൂടെ. തങ്ങളുടെ മുമ്പിൽ ഒരു ഹദീസ് തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കഅന്നഹു ഹദീസ് ഖുറാഫ, ഇത് ഖുറാഫയുടെ വർത്തമാനം പോലെയുണ്ട് എന്ന് പറയുമ്പോ തങ്ങൾക്ക് ദേഷ്യപ്പെടാമല്ലേ? തങ്ങൾക്ക് പറഞ്ഞൂടെ, അല്ലാഹുവിന്റെ കലാമിനെ പുച്ഛിക്കുകയാണോ? അല്ലാഹുവിന്റെ വഹീനെ തള്ളി പറയുകയാണോ? നിങ്ങൾ ചെയ്ത തെറ്റാണ്, ഹറാമാണ്, കുറ്റമാണ് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ കാരുണ്യത്തിന്റെ റസൂൽ ഖുറാഫ എന്ന് നിങ്ങൾക്കറിയുമോ പെണ്ണെ എന്ന് പറഞ്ഞ് ഖുറാഫയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി. ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കാം.
ചീത്ത പറയുമ്പോഴോ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒക്കെ സഹിക്കാനുള്ള വലിയ മനസ്സുണ്ടാകും. മനസ്സ് ചെറുതാവരുത്. ഇപ്പോഴാണ് സങ്കുചിതത്വം വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശ്നങ്ങളെ നേരിട്ടത് അങ്ങനെയാണ്. മദീനയിലെ പള്ളിയിൽ അറാബിയായ ഒരു മനുഷ്യൻ മൂത്രമൊഴിച്ച ചരിത്രമുണ്ട്. ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന ആൾ ദുൽഖുവൈസിറത്തു തമീമി എന്നോ യമാനി എന്നോ പേരുള്ള ഒരാൾ. ദുൽഖുവൈസിറത്തു തമീമിയോ യമാനിയോ എന്തായാലും തോന്നുന്നു. മുസ്ലിമായി വന്നതാ. മൂത്രമൊഴിക്കാൻ വേണ്ടി നേരെ പള്ളിന്റെ മൂലൊക്കെ പോയി. അന്ന് പള്ളിയിൽ കാർപ്പറ്റൊന്നുമില്ലല്ലോ, എന്തില്ല, മാർബിളൊന്നുമില്ലല്ലോ, മണലല്ലേ. മൂത്രവിടെ പോയി ഉഷാറായിട്ട് മൂത്രമൊഴിക്കാൻ. ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ മേൽ ചാടി വീഴാൻ വേണ്ടി തുടങ്ങി. ചാടി വീഴാൻ എഴുന്നേറ്റു. അഴമാബിയുടെ പേര് ഓർമ്മ വരികയാണെങ്കിൽ ഉസ്താദന്മാർ പറഞ്ഞിരുന്നേ, തിരുത്തി പറയേണ്ട വിഷയമാണെങ്കിൽ പറഞ്ഞിരുന്നു. അപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യില്ലേ, ഞാൻ മൂത്രമൊഴിച്ചോട്ടെ, തങ്ങൾ ഒന്നും ചെയ്യില്ലേ. തങ്ങൾ അടുത്തേക്ക് വിളിച്ചു ഇരുത്തി. വലിയൊരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവരി, ആ മൂത്രമൊഴിച്ച സ്ഥലത്തേക്ക് ഒഴിച്ചു വെക്കി. അങ്ങനെ ആ മൂത്രമൊഴിച്ച സ്ഥലം നിങ്ങൾ ശുദ്ധിയാക്കുവിൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തൊക്കെ ദേഷ്യം പിടിച്ച് എഴുന്നേറ്റിട്ടപ്പോഴേക്കും തങ്ങളപ്പം പറഞ്ഞു, എല്ലാവരും ശാന്തമായിട്ട് ഇരിക്കും, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, ആ മൂത്രം ക്ലീൻ ആക്കി. ഇയാളെ എത്തി. തങ്ങൾ പറഞ്ഞു, പിന്നെ അല്ലാഹുവിന്റെ പള്ളിയാണ്, ഇവിടെ മൂത്രമൊഴിക്കാൻ പറ്റില്ല, ഇത് ശുദ്ധിയുള്ള സ്ഥലമാണ്, ഇബാദത്തിന്റെ സ്ഥലമാണ്, അല്ലാഹുവിന്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് നബി തങ്ങൾ ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് കേട്ട റാഹത്തിൽ കൈയുയർത്തി اللهم أدخلني ومحمدا الجنة ولا تدخل أحدا بعدنا. അല്ലാഹുവേ, എന്നെയും ഈ മുഹമ്മദ് നബിയെയും നിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടത്തേണമേ അല്ലാഹ്. ഞങ്ങൾ രണ്ടാളും കടന്നാ പിന്നെ നിന്റെ സ്വർഗ്ഗത്തിന്റെ വാതിൽ അടക്കണം പടച്ചവനെ, പിന്നെ ഒരാളെയും നീ ഇങ്ങോട്ട് കയറ്റരുത് കേട്ടോ. അപ്പൊ നബി ചോദിച്ചു, അല്ല, വിശാലമായ സ്വർഗ്ഗം നമ്മൾ രണ്ടാളും കയറി കൂട്ടാനോ? അവിടെ ഒരുപാട് ആളുകൾക്ക് സ്ഥലമുണ്ടല്ലോ, എന്തിനാ നമ്മൾ രണ്ടാളും കയറിയാൽ ആ വാതിലൊക്കെ അടക്കണം എന്ന് പറഞ്ഞത്, പിന്നെ ആരും കയറണ്ടെന്ന് പറഞ്ഞത്? അതിന് നബിയെ, ഇവരെല്ലാം എന്നെ അടിക്കാൻ വന്നവരാണ്, ഇവരൊക്കെ എന്റെ മേൽ ചാടി വീഴാമെന്നവരാണ്. നിങ്ങളല്ല എന്നെ രക്ഷപ്പെടുത്തിയത്, നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞില്ലല്ലോ, എന്നെ ശകാരിച്ചില്ലല്ലോ, എന്നെ അടിച്ചില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരുന്ന സമ്മാനം ഈ പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന രീതികൾ ഇതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അല്ലാഹുവിനെ പേടിയുള്ളവർ, പരലോകത്തേക്ക് പോകണമല്ലോ എന്ന് പേടിയുള്ളവർ, അവർക്കൊക്കെ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ഹബീബാൻ അർറഹ്മത്തുൽ മുഹ്ലാ, ലോകത്തിന് കരുണയായി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാരുണ്യം നമ്മുടെ ഖൽബുകളിലുണ്ടോ? ഈ സ്നേഹം ശത്രുക്കളോട് പോലും അവിടുന്ന് കാണിച്ച ഈ സ്നേഹം നമ്മുടെ ഖൽബിലുണ്ടോ? വിധങ്ങൾ ഇരിക്കുമ്പോഴാണ് സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഓടി വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അഖദ ബിമജാമിഇ തൗബിഹി, നബിയുടെ കോളറിന് പിടിച്ചു. മജാമിഉ തൗബ്, വസ്ത്രം കൂടിച്ചേരുന്ന സ്ഥലം, കോളർ, ഗരീബാൻ, കോളറിന് പിടിച്ചു. എന്താ പറഞ്ഞു? വഹസ്സ, നബിയെ പിടിച്ച് കുലുക്കി. എന്നിട്ട് പറഞ്ഞു, അൻതും ബനൂ അബ്ദുൽ മുത്തലിബ് മുമാതിലൂൻ യാ മുഹമ്മദ് അദ്ദി അലയ്യ ദൈനി, എന്റെ കടം വീട്ടണം. നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടികളൊക്കെ വല്ലാതെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുന്നവരാണ്, കടം വാങ്ങിയാൽ തിരിച്ചു തരാത്തവരാണ്. ആരോടെ പറഞ്ഞത്? സ്വഹാബികളുടെ മുമ്പിൽ. സ്വഹാബികളുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷുഭിതനായില്ല, തങ്ങൾ ദേഷ്യപ്പെട്ടില്ല. അതാണ് ഇൽമ്, അതാണ് തഖ്വ, അതാണ് വറഅ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ പെരുമാറ്റം ഒന്നും ചെയ്തില്ല. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴേക്കും ചാടി വന്നിട്ടുണ്ട്. നബിയേ, നബിയേ, അങ്ങ്
വന്നതിന്റെ ശേഷം ഉമർ തങ്ങളുടെ ശൈലി മാറിയിട്ടുണ്ട്. പിന്നെ പച്ചപ്പാവായിരുന്നു, വളരെ പാവമാണ്. പെട്ടെന്ന് പൊട്ടി പൊട്ടി കരയും. തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വല്ലാത്തൊരു ധൈര്യത്തിലാണ്. തങ്ങളോട് ചോദിക്കണേ കൊല്ലട്ടെ എന്നൊക്കെ ചോദിക്കും. ഒറ്റ ചോദ്യം. തങ്ങൾ പറഞ്ഞ കൊല്ലും ചെയ്യും. അങ്ങനത്തെ തങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല കൊല്ലാൻ. ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും മറുപടി കൊടുത്തിട്ടില്ല. അതേ എന്ന പോസിറ്റീവായിട്ട് മറുപടി ഞങ്ങൾ ഒരിക്കലും കൊടുത്തിട്ടില്ലെന്നാണ്. ഉമർ തങ്ങൾ ആ ചോദ്യം ചോദിക്കും. അത്രയും ശൂരനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് വന്ന് സയ്യിദ് ഇബ്നു സഅനയെ പിടിച്ച് നബിയെ ഞാൻ ഇയാളെ കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഉമറേ നിങ്ങൾ ഇതാണോ ചെയ്യേണ്ടത്? ഉമറേ ഈ മനുഷ്യനിൽ നിന്ന് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം തിരിച്ചടക്കാനുള്ള സമയമായിട്ടില്ല. ഇനിയും 3-4 ദിവസങ്ങൾ ബാക്കിയുണ്ട്. അന്ന് തരാമെന്നാണ് ഞാനും ഇയാളും എഗ്രിമെന്റ് ആയത്. പക്ഷെ ഇയാൾ നേരത്തെ വന്ന് ചോദിച്ചതാണ്. അതുകൊണ്ട് ഉമറേ നിങ്ങൾ ഇയാളെ കൊല്ലാൻ പോവുകയാണോ? നിങ്ങൾ ഞാനും ഇയാളും കുൻതു അന വഹുവ അഹ്വജ മിൻക ഇലാ ഗൈരി ഹാദാ. ഉമറേ ഞങ്ങൾ രണ്ടുപേർക്കും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നാണ്. തഅമുറുനി ബിഹുസ്നിൽ ഖദാ വ തഅമുറുഹു ബിഹുസ്നിൽ തഖാദി. ഉമറേ നിങ്ങൾ പറയേണ്ടത് നബിയെ ആ കടം മാന്യമായി വിട്ടുകൊടുക്കൂ എന്നും സയ്യിദ് ഇബ്നു സഅനയോട് സയ്യിദ് ഇബ്നു സഅന കടം തിരിച്ചു ചോദിക്കുമ്പോൾ മാന്യമായി ചോദിക്കണം എന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? അതൊന്നും ചെയ്യാതെ കൊല്ലാൻ പുറപ്പെടണോ? എന്തൊരു നല്ല വാക്ക്. കടം വാങ്ങി തിരിച്ചു കൊടുക്കണേ. കടം വാങ്ങി വരസുന്ന ആൾക്കാരുണ്ടാവും. കാർ ഇങ്ങനെ മാറ്റി മാറ്റി വാങ്ങുക. മറ്റവരെ പൈസ വാങ്ങിട്ടേ. കടത്തെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞത് ഹമ്മും ബില്ലൈലി ദുല്ലും ബിന്നഹാർ. രാത്രിയിൽ ഉറക്കം വരില്ല കടം വാങ്ങിയാലേ. പകല് മാനക്കേടാണ്. ഇന്നത് കടം കൊടുത്തോന്റെ അവസ്ഥയാണ്. ഓൻ ഉറക്കില്ല. റബ്ബേ പൈസ കടം വാങ്ങിയ മനസ്സ്. കടം തിരിച്ചു കൊടുക്കണേ. കടം ബാധ്യതയായിട്ട് നിൽക്കും. ഒരു ഷഹീദ് മരിച്ചിട്ട് പോലും നബി ഞങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചില്ല. കടണ്ടെന്ന് പറഞ്ഞു. കടം ഒരാൾ ഏറ്റെടുത്തപ്പോഴാണ് തങ്ങൾ നിസ്കരിച്ചത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്ക് അങ്ങനെ ബാങ്കുകാരെ പറ്റിക്കാൻ പറ്റില്ല. ബാങ്ക് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഒന്നുമില്ല. കുറെ മനുഷ്യന്മാർ ചെയ്യുന്ന ഏർപ്പാടാണ്. അവർക്ക് കൊടുക്കണം. ബാങ്കുകാരെ മുങ്ങിയെടുക്കാൻ അങ്ങനെ സിറ്റി ബാങ്ക് എന്നൊക്കെ ലോൺ എടുത്ത് മുങ്ങാൻ പറ്റും. ഒരു അമേരിക്കക്കാരല്ലേ? അതൊന്നും പറ്റൂല. ആരാ പറഞ്ഞത്? അങ്ങനെയൊക്കെ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പൈസ വലിച്ച് മുങ്ങി നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങി വരസുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. ചില നാടുകളിലുണ്ട്. ബാങ്കിൽ നിന്ന് പേഴ്സണിനോടത്ത് മുങ്ങിയതാ. പിന്നെ ദുബൈക്ക് പോയിട്ടേ ഇല്ല. ഇങ്ങോട്ട് പോണില്ല. മതിയായി. എന്ത് മതിയായി പോയാൽ പിടിക്കും. അതുകൊണ്ട് പോണില്ല. മുങ്ങിയതാ. ലോൺ എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കടം തിരിച്ചു കൊടുത്തേക്കണം. തിരിച്ചു കൊടുക്കാനുള്ളതാണ്. സയ്യിദ് ഇബ്നു സഅനയോട് നബി തങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട്. അത് മറ്റൊരു അത്ഭുതമാണ്. സയ്യിദ് ഇബ്നു സഅന ജൂതനായിരുന്നു. ജൂത പണ്ഡിതനാണ്. പക്ഷേ നബി തങ്ങൾ ഇടപാടുകൾ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും വിരോധമില്ല. സയ്യിദ് ഇബ്നു സഅനയോട് തങ്ങൾ കടം വാങ്ങി. സയ്യിദ് ഇബ്നു സഅന സ്വഹാബിയാണോ? അല്ല, ജൂതനാണ്. മിൻ അഹ്ബാരി യഹൂദ്. ജൂത പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ് സയ്യിദ് ഇബ്നു സഅന. നബി തങ്ങൾ കടം വാങ്ങി. തിരിച്ചു തരാൻ സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിന്റെ മുമ്പ് വന്നിട്ടായി ചോദിക്കുന്നത്. അങ്ങനെയാണ് നബി തങ്ങൾ പറയുന്നത്, ഉമറേ സയ്യിദ് ഇബ്നു സഅനയുടെ തല വെട്ടാൻ നിങ്ങൾ വന്ന് പേടിപ്പിക്കുകയാണോ വേണ്ടത്? തഅമുറുഹു ബിഹുസ്നിൽ തഅമുറുനി ബിഹുസ്നിൽ ഖദാ വ തഅമുറുഹു ബിഹുസ്നിൽ തഖാദി. എന്നോട് പറയേണ്ടത് നബിയെ മാന്യമായി കടം വീട്ടണമെന്നും സയ്യിദ് ഇബ്നു സഅനയോട് മാന്യമായി കടം തിരിച്ചു ചോദിക്കണം. പേടിപ്പിക്കാതെ, ആളെ ഇൻസൾട്ട് ചെയ്യാതെ നിങ്ങൾ മാന്യമായി തിരിച്ചു ചോദിക്കണം എന്നല്ലേ പറയേണ്ടത്? നിങ്ങൾ ഇയാളെ കൊല്ലാൻ പുറപ്പെടുകയാണോ? ഉമറേ ഞാൻ സയ്യിദ് ഇബ്നു സഅനക്ക് കൊടുക്കാനുള്ളത് ഇത്രയാണ്. ആ സംഖ്യ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണേ. സയ്യിദ് ഇബ്നു സഅനക്ക് കൊടുക്കണം. വസിദുഹു 20 ദീനാറൻ. 20 സ്വർണ്ണ നാണയങ്ങൾ ഏറെയും കൊടുക്കണം. എന്തിന്? ലിറഹ്ബതിക ഇയ്യാ. നിങ്ങൾ ഇയാളെ പേടിപ്പിച്ചില്ലേ? ആ പേടിപ്പിച്ചതിന് 20 ദീനാർ സ്വർണ്ണ നാണയം ഏറെയും കൊടുക്കണം. ഞാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. പേടിപ്പിച്ചില്ലേ? നിങ്ങൾ വാളെടുത്തിട്ട് അയാൾ പൈസ ചോദിക്കാൻ വന്നത്, അയാളുടെ സ്വന്തം പൈസ നിങ്ങൾ പേടിപ്പിച്ച അയാൾ അങ്ങോട്ട് കൊല്ലട്ടെ എന്ന് ചോദിച്ചു. ആ പേടിപ്പിച്ചതിന് പകരം 20 ദീനാർ ഏറെ കൊടുക്കണം. പിന്നെ ഞാൻ കൊടുക്കാനുള്ള കടം കൊടുത്തേക്കണം. ഇതങ്ങ് കൊടുക്കാൻ ഏൽപ്പിച്ചു. സയ്യിദ് ഇബ്നു സഅന എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. ഇതെനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മുൻഗാമികൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലിലും ഞാൻ നിങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിശേഷണങ്ങൾ ഞാൻ ഓരോന്നും വായിച്ചിട്ടുണ്ട് നബിയേ. അങ്ങ്
അള്ളാഹുവിന്റെ റസൂലാണെന്ന് അറിയിക്കുന്ന എല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു വിഷയം ഒഴികെ ഹലീമുൻ ഇൻദൽ ഗളബി, ഹലീമുൻ ഇൻദൽ ഗളബി, ദേഷ്യം വന്നാൽ ക്ഷമയോടുകൂടെ ബുദ്ധി ഉപയോഗിച്ച് മാന്യമായി പെരുമാറുന്ന ആളാണ് ഈ അന്ത്യപ്രവാചകരെന്ന് ഞങ്ങളുടെ കിതാബിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളിലുണ്ടോ എന്ന് പരീക്ഷിക്കാൻ, നിങ്ങളെ ഒന്ന് ദേഷ്യപ്പെടുത്താൻ ഞാൻ കളിച്ച നാടകമാണ് നബിയെ. എനിക്ക് 20 ഏറെ വേണ്ട, എനിക്ക് കിട്ടാനുള്ള പൈസയും വേണ്ട നബിയെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഞാൻ ഇന്ന് മുസ്ലിമാവുകയാണ്. അങ്ങനെ മുസ്ലിമായ സ്വഹാബിയായി മാറിയ മഹാനാണ് സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു. തബൂക്ക് യുദ്ധത്തിന്റെ അവസരത്തിൽ മരിച്ചുപോയ ഷഹീദായ മഹാൻ. തബൂക്കിലേക്ക് പോയ സമയത്ത് വഫാത്തായ, അല്ലാഹുവിന്റെ വജഹിൽ ജിഹാദുൻ ഫീ സബീലില്ലാഹിൽ പോയി മരിച്ച ആളാണ് സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു. നബിയെ പരീക്ഷിക്കാൻ വന്നതാണ്. ജൂതനായിരുന്നു. തങ്ങളുടെ ഈ സ്വഭാവം പഠിക്കാൻ വേണ്ടി വന്നതാ. ഹലീമുൻ ഇൻദൽ ഗളബി, ദേഷ്യം വന്നാൽ നബിതങ്ങൾ വളരെ ശാന്തമായിട്ടേ പെരുമാറും. അതാണ് റസൂലുള്ളാഹ്. ഹബീബായ നബിതങ്ങൾ സ്വത്ത് ഓഹരി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് നബിതങ്ങൾ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ മക്കക്കാരായ ഒരുപാട്, മക്കയിലെ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന കാലം അവർക്കൊക്കെ എമ്പാട് നബി കൊടുത്തു, ഒരുപാട് കൊടുത്തു. അൻസാരികളായ ആളുകൾക്ക് നബി കൊടുത്തില്ല. അൻസാരികൾക്ക് കൊടുത്തില്ല. മദീനക്കാർ നബിയോടൊപ്പം മക്ക ഫതഹിന് വന്നവരാണ്. മക്കയുടെ ഫതഹ് കഴിഞ്ഞതിന് ശേഷം നടന്ന യുദ്ധമാണ് ഹുനൈൻ. ഹുനൈൻ ത്വായിഫിലേക്കുള്ള വഴിയിലുള്ള സ്ഥലമാണ് ഹുനൈൻ. ആ യുദ്ധമാണ് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ഗനീമത്ത് സമ്പത്ത് കിട്ടിയ യുദ്ധം. ആ യുദ്ധത്തിലെ സ്വത്ത് നബി തങ്ങൾ ഓഹരി വെച്ചു കൊടുത്തു. ആർക്ക് കൊടുത്തു? മക്കക്കാർക്ക് കൊടുത്തു, മുഹാജിറുകൾക്കും മക്കയിലുള്ളവർക്കും. മദീനക്കാർക്ക് കൊടുത്തില്ല. അപ്പൊ ചെറിയൊരു വിഷമം. മദീനക്കാരുടെ ഇടയിൽ ഒരു സംസാരം. റൂമർ ഉണ്ടാവുമല്ലോ, റൂമർ എന്തെങ്കിലും ഒരു കശപിശാൻ ഓരോരുത്തർ പറഞ്ഞിങ്ങനെ ഉണ്ടാക്കൂലേ, ഭയങ്കരമായിട്ട് പറഞ്ഞുണ്ടാക്കാൻ. എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഉണ്ടാക്കാൻ നടക്കുന്നവരുണ്ടാവും. അപ്പൊ ഫോട്ടോ എടുത്ത് കൂടെ വാട്സാപ്പിലേക്ക് ഒരു ന്യൂസ് മേക്കേഴ്സ് അറിയാം. അങ്ങനെ ഒരു സംഭവം നടന്നോ എന്ന് എനിക്കൊരു സംശയമാണ്. പെട്ടെന്ന് ഫ്ലാഷ് ചെയ്തിട്ട് ശരിയാ, എന്തെങ്കിലുമൊക്കെ വിത്തനുണ്ടാക്കാൻ, മനുഷ്യന്മാരടങ്ങാറാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ബൈറ്റുണ്ടാവും. ഒന്നും ചെയ്യരുത്, ഇതൊക്കെ മോശപ്പെട്ട പണിയാണ്. ഇംഗ്ലീഷാണോ പറയാം ചെയ്യിപ്പിക്കുന്നത്, ചെയ്യരുതേ. ചെറുപ്പക്കാരോട് പറയണം. സ്വഹാബികൾക്കിടയിലാണ് ഈ സംസാരം നടക്കുന്നത്. അൻസാരികൾ പരസ്പരം പറയാൻ തുടങ്ങി, നബിതങ്ങൾ സ്വന്തം നാട്ടുകാരെ കണ്ടപ്പോ ഞങ്ങളൊക്കെ മറന്നല്ലേ, ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ, ഞങ്ങളല്ലേ നബിയെ. شرفت المدينة مرحبا يا خير داعي. ലോകത്ത് അല്ലാഹുവിലേക്ക് വിളിക്കാൻ വന്നവരിൽ ഖൈറായവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് പോരൂ, ത്വയ്ബയിലേക്ക് വരൂ നബിയേ, യസീബിലേക്ക് വരൂ. ഇത് നബിയുടെ നാടാണ്, നബിയുടെ നഗരമാണ്, മദീനത്തുൻ നബിയാണ്. നബി ഞങ്ങളെ കൈകൊട്ടി സ്വീകരിച്ച ആളുകൾക്ക് ഒന്നും കൊടുക്കാതെ മക്കക്കാർക്ക് നബി ഞങ്ങൾ കൊടുത്തപ്പോ മദീനക്കാരിങ്ങനെ ചെറിയൊരു കശപിശ, ചെറുതായൊരു വർത്തമാനം സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അൻസാരികൾ, സഅദേ നിങ്ങൾ പോയി നബിയോട് വിഷയം പറയണം, നബിയെ കുറിച്ച് എന്തോ ഒരു ഇഷ്ടക്കേട് തുടങ്ങിയിട്ടുണ്ട് അൻസാരികൾക്കിടയിൽ. നബി തങ്ങൾ ചോദിച്ചു, യാ സഅദ് മാ ഹാദിഹിൽ മഖാല, എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഈ വിഷയം എന്താണ്? നബിയെ, ഹുനൈനിൽ കിട്ടിയ യുദ്ധത്തിലെ സ്വത്ത് ഞങ്ങൾക്ക് തന്നില്ലല്ലോ നബിയെ, നിങ്ങൾ കൊടുത്തത് മക്കക്കാർക്കല്ലേ. അതുകൊണ്ട് ഞങ്ങളിൽ ചില ആളുകൾക്ക് ചില വർത്തമാനം. നബി സ്വന്തം നാട്ടുകാരെ കണ്ടപ്പോ മദീനക്കാരെ മറന്നുപോയി. നബി ജനിച്ച നാടാണ് മക്ക, അവിടെയാണ് നബി വളർന്നത്. 53 വർഷം വരെ ജീവിച്ച മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന 10 കൊല്ലത്തിന് താഴെ സമയമായിട്ടുള്ളൂ. ഇപ്പോ നബി ഞങ്ങൾ സ്വന്തം നാട്ടിലേക്ക് വരികയും മക്ക മോചിതമാവുകയും ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ മറന്നുവോ? നബിക്ക് ഞങ്ങളെ വേണ്ടേ? നാട്ടുകാരെ കിട്ടിയപ്പോഴേക്കും കൂട്ടുകാരെ മറന്നു
നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ അഭിപ്രായം എന്താ? അനറജുലും മിൻ അഹ്ലി ഖൗമി, ഞാൻ എന്റെ നാട്ടുകാരപ്പെട്ടവനോട് തന്നെയല്ലേ, എനിക്ക് അഭിപ്രായമുണ്ട്. സഹാബത്ത് അങ്ങനെ പൂത്തി വെക്കൂല, ഉള്ളതുള്ള പോലെ പറയും, ഹക്കായിട്ട് പറയും. അതാണ് അവരുടെ പ്രത്യേകത. നുണ പറഞ്ഞ് കുറച്ച് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, മറ്റന്നാളാ പ്രശ്നം, എനിക്ക് പ്രശ്നമല്ല, ഇവിടെ ഓനായിരിക്കും സർവ്വഭിത്തിനി പറഞ്ഞിട്ടാക്കണ ആളാണ്. ഇങ്ങനെയുണ്ടാവും മനുഷ്യന്മാർ. എനിക്ക് കുഴപ്പമില്ല കേട്ടോ, പിന്നെ മറ്റവൻ ഓനാണ് എനിക്ക് ആവശ്യം. സഹാബത്ത് അങ്ങനെയല്ല. നബിയെ ഞാൻ ഇതിൽപ്പെട്ട ഒരാൾ തന്നെയല്ലേ, എന്റെ അഭിപ്രായം ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങൾ മറന്നു എന്ന് തോന്നുന്നു. സഅദേ, മദീനക്കാരെ വിളിച്ചു കൊണ്ടുവരൂ. സഅദേ, അൻസ്വാരികൾ എനിക്ക് വേണ്ടി വിളിച്ചു കൊണ്ടുവരൂ. അതിലേതെങ്കിലും മക്കക്കാര് മുഹാജിർ വരികയാണെങ്കിൽ വന്നോട്ടെ, മദീനക്കാരായ അൻസ്വാരികൾ മുഴുവൻ വിളിക്കുന്ന നിബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോടൊരു ചോദ്യം ചോദിച്ചു. എന്തോ ഒരു വിഷമം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടല്ലേ, വലിയൊരു മസലഹത്ത് ചെയ്യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലിയൊരു മസലഹത്ത്, നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടായല്ലേ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ വളരെ ദീർഘമായി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത്. നബി തങ്ങൾ ചോദിച്ചു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കത് സത്യമായി ബോധിക്കും. എനിക്ക് പറയാം, ഞാനല്ലേ നിങ്ങളെ ബഹുദൈവ ആരാധനയിൽ നിന്ന് അല്ലാഹുവിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്, ഞാനല്ലേ നബിയേ, ഞാനല്ലേ നിങ്ങളെ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്കും ദുൽമത്തിൽ നിന്ന് നൂറിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും കൊണ്ടുവന്നത്, ഞാനല്ലേ. ഞാനല്ലേ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വഴി കാണിച്ചു തന്നത്, അതേ നബിയെ എന്ന് നിങ്ങൾ പറഞ്ഞേക്കും. ഇനി നിങ്ങൾക്കും പറയാനുണ്ട്, നിങ്ങൾക്കും പറയാനുണ്ടാകും. അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, അത് ശരിയായി അംഗീകരിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് പറയാം, നബിയേ ആളുകൾ അങ്ങയെ ആട്ടി ഓടിച്ചപ്പോൾ ഞങ്ങളല്ലേ നബിയെ അങ്ങയെ സ്വീകരിച്ചത്. നിങ്ങളുടെ കയ്യിൽ സമ്പത്തൊന്നുമില്ലാതെ ദാരിദ്ര്യവുമായി കടന്നു വന്നപ്പോ ഞങ്ങളല്ലേ നബിയെ നിങ്ങൾക്ക് പൈസ തന്നത്. നബിയെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് ആക്രമിക്കപ്പെട്ടവരായി വന്നപ്പോൾ ഞങ്ങളല്ലയോ അങ്ങേക്ക് അഭയം തന്നത് നബിയെ. ഇത് നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റിയേക്കും, അത് ശരി തന്നെയാണ്, രണ്ടും ശരിയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദുന്യാവിന്റെ എച്ചിലുകളിൽപ്പെട്ട ചില എച്ചിലുകൾ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമുണ്ട് എന്ന ഉറപ്പിൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ലല്ലോ, നിങ്ങൾ എന്റെ കൂടെ ഉറച്ചു നിന്നവരല്ലേ. എന്നാൽ ഇന്നലെ വരെ കാഫിറായി ജീവിച്ച് ഇന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ ഒന്നവരുടെ ഇരുത്തം ഉറപ്പിക്കാൻ ഏതാനും ചില സമ്പത്ത് ഞാൻ അവർക്ക് കൊടുക്കുകയും അവരെ ഇസ്ലാമിൽ പിടിച്ചു നിർത്താൻ ശ്രമം നടത്തുകയും ചെയ്യുകയും നിങ്ങൾക്ക് വിശ്വാസമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്നും തരാതെ മുഴുവൻ ഞാൻ ഈ പൊതുവിശ്വാസികൾക്ക് കൊടുക്കുകയും ചെയ്തത് നിങ്ങൾക്ക് വേദനിച്ചുവോ? ഇല്ല നബിയേ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ ജനങ്ങൾ ആടുകളും മാടുകളെയും പണവും കൊണ്ട് അവരുടെ വീടുകളിലേക്ക് പോവുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നതും നിങ്ങൾക്ക് ഏതാ വേണ്ടത്? ഈ പൈസ വേണോ, റസൂലുള്ളാഹിനെ വേണോ? നബിയേ അങ്ങ് ഞങ്ങൾക്ക് മതി, നബിയേ അങ്ങ് ഞങ്ങൾക്ക് മതി. അൻസാരികളുടെ മക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ, മദീനക്കാരുടെ മക്കളുടെ മക്കൾക്കും റഹ്മത്ത് ചെയ്യണേ എന്ന് നബി തങ്ങൾ പറയുകയേ വേണ്ടു. സ്വഹാബത്ത് കരയുകയായി. സഅദ് റളിയല്ലാഹു അൻഹു പറയാൻ ഞങ്ങളുടെ മുഖത്തുകൂടെ കണ്ണുനീര് വരാൻ തുടങ്ങി. ദുരിതുരാ കണ്ണുനീര് വന്നു. ഞങ്ങൾ എല്ലാവരും ചെന്ന് ഹബീബിന്റെ കൈ പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, റദീനാ ബിറസൂലില്ലാഹി ഖിസ്മതൻ മുഹല്ലാ, റദീനാ ബിറസൂലില്ലാഹി
ഖിസ്മതൻ വഹല്ലാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ റസൂൽ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ റസൂൽ മതി, ഞങ്ങൾക്ക് പൊരുത്തമായി നബിയേ. ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നീങ്ങിപ്പോയി നബിയേ. ഇതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഇടപെടുകയാണ്, ഏത് പ്രയാസത്തിലും ഇടപെടുകയാണ്, ഉമ്മത്തിനെ കൈ കൊടുക്കുകയാണ്, ഉമ്മത്തിന്റെ കൂടെ നിൽക്കുകയാണ്. ഇങ്ങനത്തെ റഹ്മത്തുൽ മുഹ്ദാത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ തന്നെ അവിടുത്തെ രണ്ട് ശത്രു വിഭാഗമായിരുന്ന ഔസ് ഖസറജ് എന്ന രണ്ട് ഫാമിലികളെ നേതാക്കന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി ചർച്ചയ്ക്കിരുത്തി അവരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ ഐക്യം പറഞ്ഞു കൊടുത്തപ്പോൾ നബിയെ മതി മതി, അല്ലാഹുവിന് വേണ്ടി ഒരുമിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്, ഞങ്ങൾക്ക് ഇനി ശത്രുതയില്ല എന്ന് പറഞ്ഞ് രണ്ട് കുടുംബങ്ങൾ 40 കൊല്ലം നടത്തിയ യുദ്ധങ്ങൾക്ക് ഒരൊറ്റ സിറ്റിംഗിൽ മറുപടി കണ്ട നബിയാണ്, പരിഹാരം കണ്ട നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്താ നമുക്കിത് പറ്റാത്തത്? നമ്മൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നമുക്ക് അപ്പോഴേക്ക് ഇബ്ലീസ് വരികയാണ്, പറ്റൂല. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരുന്നു? ഇബ്ലീസ് നമ്മളെ കൊണ്ട് കളിക്കണില്ലേ? 40 കൊല്ലം യുദ്ധം ചെയ്തവർ, ഇന്നലെ വരെ ഇസ്ലാമിൽ അന്യമായിരുന്നവർ ഇസ്ലാമിലേക്ക് വന്നപ്പോഴാണ് ഔസും ഖസറജും ഈമാനിന്റെ ശകലം കൽബിലേക്ക് കയറിയപ്പോഴേക്കും ഇസ്ലാമിന് വേണ്ടി ഒന്നിക്കാൻ അവർക്ക് പ്രയാസം തോന്നിയിട്ടില്ല. മദീനയെ ഞങ്ങൾ ഒരുക്കമാണ്, അങ്ങ് എന്ത് പറഞ്ഞോ ഞങ്ങൾ ഇതിന് റെഡിയാണ്. ഓരോ അൻസ്വാരിയും ഒരു മുഹാജിറിനെ ഏറ്റെടുക്കണം, ഓരോ മുതലാളിയും ഒരു പാവപ്പെട്ടവനെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുപോയി, എന്റെ സമ്പത്തിനാ പകുതി നിങ്ങൾക്കാണ്, എന്റെ ഭാര്യമാരിൽ ആരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ പറയും, ഞാൻ അവളെ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാം. നിങ്ങൾക്ക് ബിസിനസ് വേണോ, ഞാൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു തരാം. എന്റെ ബന്ധം ഈമാനിന്റെ ഒരു ബന്ധം തന്നെ, മറ്റൊന്നും അവിടെ ഇല്ല. എല്ലാം റസൂലുള്ളാഹി തങ്ങളുടെ പരിഹാര നിർദ്ദേശങ്ങൾ കേട്ട് ഒന്നിച്ചവർ. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഈ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയില്ലേ? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അല്ലാഹു ഹബീബിനെ ഇത്തിബാഅ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ.